ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒന്ന് സൂപ്പർ ബീഫ് വരട്ടിയതായിട്ടാണ് വന്നിരിക്കുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ എല്ലായിടത്തും. അപ്പോൾ ഒരു 1 kg ബീഫ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തതാ നല്ലോണം കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ബീഫ് വരട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരട്ടി നോക്കൂട്ടോ, അടിപൊളിയാണ്. ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. അതേമാതിരി 1.5 ടേബിൾ സ്പൂൺ പിന്നെ പെപ്പർ പൊടി, കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കട്ടോ, ഒരുപാട് ഒഴിക്കരുത്. കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം ഞൊണ്ടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അടിപൊളിയാണ് ഈ ബീഫ് വരട്ടിയത്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിത് കുക്കറിൽ ഇതാ വെള്ളമൊക്കെ ആക്കി നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് ഇതാ നമുക്കൊരു 8 വിസിൽ വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനതാ പിന്നെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതൊന്ന് വേവട്ടെ. ഇപ്പോൾ ഇതാ 8 വിസിലൊക്കെ വന്ന് നല്ല അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അധികം വെന്ത് ഒടിഞ്ഞിട്ടില്ല, നമ്മൾ ഇനി വേവിക്കേണ്ടിയാണ്. അപ്പോൾ ഒരു 80% നമുക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അങ്ങനെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാക്കി അതിലേക്ക് ഇതാ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടെടുത്തു. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. അതും അതിലേക്ക് ഇതാ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി പെരിഞ്ജീരകത്തിൻ്റെ പൊടി കേട്ടോ, അതും ഇതാ 1.5 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ സാദാ പൊടി ഇടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സ്പൂണോ കൈ കൊണ്ടായാലും മതി. ഞാൻ കുറച്ച് ചൂടുള്ളതുകൊണ്ട് ഞാൻ സ്പൂൺ എടുത്ത് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് മസ്റ്റാണ് കേട്ടോ. ഒരു മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതാ 1.5 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. സാധാ ഫ്രിഡ്ജിലൊന്നല്ല, നമ്മൾ പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത ശേഷം ഞാനിതാ ആ ബീഫ് അതിലേക്ക് ഇട്ടുകൊടുത്തു. ഇനി ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അത് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി പിന്നെ വെല്ലുള്ളി ഒന്നും നമ്മൾ തക്കാളി ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളമാണ് കേട്ടോ. ആ വെള്ളം ഒരിക്കലും നിങ്ങൾ കളയരുത്, അതെന്തായാലും വേണം. അത് ഞാനവിടെ മാറ്റി വെച്ചതിന് അത് അതിലേക്ക് കുറച്ച് ഒഴിച്ചു, അത് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്തു. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കാം, നല്ലോണം നമുക്ക് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം വറ്റിച്ച് ഫ്ലെയിം കുറച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുക്കാം. കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇതാ ഏകദേശം വറ്റിയതിന് ശേഷം ഇതാ ഒരു കറുപ്പ് കളറായി വന്നിട്ടില്ലേ. ഒരു 1/4 മണിക്കൂറോളം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്, 10-20 മിനിറ്റോളം വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിലുള്ള വെള്ളമൊക്കെ വറ്റി. ഇനി ഇതാ ഇതിലേക്ക് റെഡ് ചില്ലി സോസാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതും ഒരിക്കലും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം. ഇനി സോയാ സോസ് ഇതാ ഒരു 1/2 ടീസ്പൂൺ വീതം സോയാ സോസ് ഒഴിച്ചൊരു ഏകദേശം മുക്കാലോളം ഇറച്ചി വറ്റിയതിന് ശേഷമാണ് ഇത് ഒഴിക്കേണ്ടി കേട്ടോ, ലാസ്റ്റ് വെച്ചിട്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇപ്പം നല്ല കറുപ്പ് കളറാണ് കേട്ടോ. ഇതിൽ വീഡിയോയിൽ എത്ര കളർ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഇതാ റെഡിയായി, ഞാൻ വാങ്ങി വെച്ചു, ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബീഫ് വരട്ടി കേട്ടോ. എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പൊറാട്ടൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ, നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബായ്.